Hello friends, it's me Neila. So this is my first voiceover video. Is there any mistake? Sorry. So ഞാൻ ആദ്യം തന്നെ എൻ്റെ ടാബിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ടു ഡു ലിസ്റ്റ് എഴുതി വെക്കാം കേട്ടോ. നമ്മളൊരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഭയങ്കര റിഫ്രഷ് ആയിട്ട് ടു ഡു ലിസ്റ്റൊക്കെ എഴുതി വെച്ചാൽ ആ ഒരു ഡേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആക്കാറല്ലേ, എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ കുറച്ച് ക്രിയേറ്റീവായിട്ടാണ് ടു ഡു ലിസ്റ്റൊക്കെ എഴുതുന്നത്. ഹൈലൈറ്ററൊക്കെ വെച്ച് ടു ഡു ലിസ്റ്റ് എന്നൊക്കെ ഭയങ്കര ഹൈലൈറ്റായി ബിഗ് ലെറ്ററിലൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം എനിക്ക് ഏപ്രിൽ മാസത്തെ പ്ലാനറിൻ്റെ തീം പേജ് റെഡിയാക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ റെഡിയാക്കിയതിന് ശേഷം പിന്നെ കുറച്ച് പ്ലാനർ ബുക്കിൽ ചെയ്യാനുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ അവിടെ തീം പേജ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പേപ്പർ ബിറ്റ്സൊക്കെ ഇതാക്കി ജേർണലൊക്കെ ചെയ്യുന്ന മാതിരിയാണ് ഞാൻ തീം പേജ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പേപ്പർ ബിറ്റ്സിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് ക്ലീൻ ചെയ്തിട്ട് മണി സേവർ ബോക്സ് ഇട്ടു. ഞാൻ ജാനുവരിയിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ പകുതി ഭാഗം പോയിട്ട് മുക്കാൽ ഭാഗം പോലും ആയിട്ടില്ല ഗൈസ്. ഭയങ്കര ലേസിയാണ് ക്യാഷ് ഇടാൻ. പിന്നെ ഒരു ആശ്വാസം എന്താണെന്ന് വെച്ചാൽ കുറേ കഴിയുമ്പോൾ നമുക്ക് സാധനം വാങ്ങാമല്ലോ, ആ ഒരു ആശ്വാസത്തിൽ ഇപ്പോൾ കുറച്ച് മണിയൊക്കെ അതിൽ കൊണ്ടുവിടും. പിന്നെ ഞാൻ തുടങ്ങി വെച്ചൊരു ജേണൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ജേണലിൽ ബാക്കിയുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ എനിക്ക് വെറുതെ ഇരുന്ന് ചെയ്യുന്നത് വലിയ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഞാൻ ഒരു ഡ്രാമ കണ്ടിട്ട് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ ഈ കാണുന്ന ഡ്രാമ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഏതാണെന്ന് ഒന്നും കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറേ ആക്ടിവിറ്റീസിലാണ്. പിന്നെ ഞാൻ അതിന് ശേഷം എനിക്ക് ഏപ്രിൽ മന്തിൽ കലണ്ടർ ഉണ്ടാക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഏപ്രിൽ മന്ത് കഴിയാറായി, എന്നിട്ടാണ് ഞാൻ കലണ്ടർ ഉണ്ടാക്കുന്നത് ഗൈസ്. അപ്പോൾ എത്രത്തോളം ഞാൻ ലേസി ആണെന്ന് നിങ്ങൾക്ക് ഇതിൽ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ ഞാൻ ഏപ്രിൽ മന്തിത്തെ കലണ്ടറൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാണ്. പിന്നെ ഞാൻ റെഗുലറായിട്ട് വീഡിയോ ഇടണം എന്ന് കരുതിയാലും എന്താണെന്ന് അറിയില്ലടോ, ഒരു ഭയങ്കര മടിയാണ്. അതുകൊണ്ടാണ് വീഡിയോ അധികം പോസ്റ്റ് ചെയ്യാത്തത്. ഇനി ഞാൻ ഭയങ്കര പ്രൊഡക്റ്റീവ് ആവാൻ തീരുമാനിച്ചിട്ടുണ്ട്. വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യാനും വിചാരിച്ചിട്ടുണ്ട്. ഈ മന്ത് എങ്ങനെയെങ്കിലും ഒരു 30 വീഡിയോസെങ്കിലും പോസ്റ്റ് ചെയ്യണം എന്ന് എൻ്റെ മൈൻഡ് പറയുന്നുണ്ട്. ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇൻഷാ അല്ലാഹ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഈ പഞ്ചഹോളൊക്കെ വെച്ച് പഞ്ചൊക്കെ ചെയ്ത് കൊടുത്തപ്പോൾ എനിക്കത് പറ്റിയില്ല. കളർ അലന്തൊക്കെ മാതിരി തോന്നി. അപ്പം ഞാൻ അത് ഒഴിവാക്കിയിട്ട് വീണ്ടും ഒന്ന് ചെയ്തു. അപ്പം അതിൻ്റെ കളറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഫസ്റ്റ് ടൈം ഫ്ലോപ്പ് ആവും ചെയ്തിരുന്നു. ദാറ്റ് മീൻസ് എനിക്ക് പഞ്ച് ഇട്ട് കൊടുത്തപ്പം ഞാൻ മന്തിൻ്റെ പേര് എഴുതിയെടുത്ത് കൊണ്ടായിട്ട് പഞ്ചിട്ട് കൊടുത്തു. പിന്നെ സൈസൊന്നും വലിയ കറക്റ്റ് ആയിരുന്നില്ല. അതുകൊണ്ടാണ് സെക്കൻഡ് ടൈം എന്തായാലും ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് ഉണ്ടാക്കിയത്. പിന്നെ എനിക്ക് കുറച്ച് വാഷ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പം ഞാൻ പുറത്ത് പോയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് വാഷ് ചെയ്യാൻ വിചാരിച്ച് ഡ്രസ്സ് വാഷ് ചെയ്യാനൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ വേറൊരു പുതിയ ജേണൽ ചെയ്യാൻ വിചാരിച്ച് അങ്ങനെ ടേബിൾമോ ഒന്ന് പുതിയ ജേണലൊക്കെ ചെയ്യാനിരുന്നിട്ടുണ്ട്. മൾട്ടി കളർ പെന്നും ജെൽ പെന്നും ബ്ലൂ കളർ പെന്നൊക്കെ എടുത്തിട്ട് ജേണൽ ചെയ്യാനിരുന്നു. പിന്നെ നിങ്ങൾ ജേണൽ ചെയ്യാൻ ഏത് ടൈപ്പ് നോട്ട്ബുക്കാണ് അല്ലെങ്കിൽ എങ്ങനത്തെ ബുക്കിലാണ് നിങ്ങൾ ജേണൽ ചെയ്യാൻ കമൻറ്റ് ചെയ്യണേ. ഞാൻ ജേണൽ ചെയ്യുന്നത് റൂൾഡ് നോട്ട്ബുക്കിലാണ്.
ഇതാണ് എൻ്റെ ഓവറോൾ ലുക്കൊക്കെ ചാനലിൻ്റെ. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, ട്രാവൽ പസിൽ എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ ആദ്യത്തെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ വിചാരിച്ചു. ആ ഒരു ബുക്കിൽ 5 ടൈപ്പ് ഓഫ് ബുക്സ് ആണുള്ളത്. അപ്പോൾ അതിലെനിക്ക് വെറും 2 ടൈപ്പ് ഓഫ് ബുക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ. ഒന്ന് മാത്തമാറ്റിക് ഗെയിംസ്, ആ മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ട ഒരു ബുക്കും, പിന്നെ ട്രാവൽ പസിൽ അങ്ങനത്തെ ഒരു ബുക്കുമാണ് ഇഷ്ടം. റീഡിങ്ങും റൈറ്റിങ്ങും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, ഇംഗ്ലീഷ് സ്റ്റോറീസ് ഉള്ള ഒരു ആപ്പ്. അപ്പോൾ അതിൽ നോക്കി ഞാൻ കുറച്ച് സ്റ്റോറീസൊക്കെ ഇങ്ങനെ റീഡ് ചെയ്യാട്ടോ ചെയ്യുന്നത്. അതിന് ശേഷം ഞാൻ പിന്നെ കുറച്ച് ജനറൽ നോളേജൊക്കെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതാൻ വിചാരിച്ചിട്ട് GK തിങ്സൊക്കെ ഒന്ന് എഴുതി വെക്കാനും. ഞാനിപ്പോൾ എഴുതുന്നത് ഇമ്പോർട്ടൻറ്റ് ഫുൾ ഫോംസ് എന്നൊരു ഇതാണ്. അപ്പോൾ ഇത് ഒരു 23 ചാപ്റ്റേഴ്സ് ആയിട്ടുള്ളൂ. ഇനിയും ഒരുപാട് ചാപ്റ്റേഴ്സ് എഴുതണം. അപ്പോൾ ഗൈസ്, അതിനുശേഷം എനിക്ക് കുറച്ച് മദ്രസ പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഇരുന്ന് പഠിക്കാണ്. അങ്ങനെ ഓരോ സബ്ജക്റ്റും ഇങ്ങനെ പഠിക്കുമ്പോൾ ഞാൻ അതൊക്കെ ആ സബ്ജക്ട്സൊക്കെ ഒന്ന് ഇങ്ങനെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇല്ലെങ്കിൽ ടാബിൾ മൊത്തം മെസ്സാക്കാറും. അപ്പം ഞാൻ ഓരോ സബ്ജക്റ്റ് കഴിയുമ്പോഴും ആ ബുക്സ് എടുത്തു വെക്കും. ഗായ്സ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.